കൂട്ടുകാർക്കും കുഞ്ഞി താമരയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്മസ് ആണ്, അതുകൊണ്ടാണ് റോഡുകളൊന്നും അത്ര വലിയ തിരക്കൊന്നും ഇല്ലാത്ത. പബ്ലിക് ഹോളിഡേ ആയ കാരണം ആൾക്കാരൊക്കെ വീട്ടിൽ തന്നെ ആയിരിക്കും. ഈ റോഡിൻ്റെ ഇരുവശത്തുള്ള മരങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ? വളരെ രസമാണ് കാണാൻ. നമ്മുടെ ബോൺസായി ഒക്കെ കുറച്ച് വലുതായിട്ട് അയാൾ എങ്ങനെ ഇരിക്കും അതേപോലെയാണ്. രണ്ട് സൈഡിലും നിറച്ച് ഇതേപോലെയുള്ള മരങ്ങളാണ്. ഇത് സിഡ്നി ഹാർബറിലെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ്. എല്ലായിടത്തും ഇതുപോലെ കുറേ വലിയ വലിയ ക്രിസ്മസ് ട്രീകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് ചുറ്റും കുറേ പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ ബ്ലൂ മൗണ്ടെയിൻ കാണാനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പെനിത്തിൽ നിന്ന് കത്തുമ്പയിലേക്കുള്ള ട്രെയിൻ യാത്രയാണ്. അപ്പോൾ ട്രെയിനിലൂടെ പോകുമ്പോഴത്തേന് പുറത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. നല്ല രസം പുറത്തിങ്ങനെ കാണാനായിട്ട്. ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് സിഡ്നിയിൽ നിന്ന് ബ്ലൂ മൗണ്ടെയിൻ വരെ എത്താനായിട്ട്. ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മലനിരകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. വളരെ മനോഹരമായ യാത്രയായിട്ടാണ് ഇത് കാണുന്നത്. കത്തുമ്പയിലുള്ള നമുക്ക് എത്തേണ്ട സ്ഥലത്തുള്ള വീടുകളൊക്കെയാണ് കാണുന്നത്. ഏകദേശം നമ്മൾ ഇറങ്ങാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇറങ്ങി അടുത്ത ഇവിടെ നിന്നൊരു 10 മിനിറ്റ് നമുക്ക് ബസ്സിൽ യാത്രയുണ്ട്. നമ്മൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ്. അതിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണിത്. ഇവിടെ വളരെ മനോഹരമായ റോസ ചെടിയുടെ പൂന്തോട്ടമാണുള്ളത്. 2 സൈഡിലും നല്ല രസമാണ്. ഇത് നമുക്ക് പോകാനുള്ള ബസ്സാണ്. ഇപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇതാണ് എക്കോ പോയിന്റ്. ഇത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു സ്പോട്ട് കൂടിയാണ്. പിന്നെ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് 3 സിസ്റ്റേഴ്സ്. ഇവിടെ വന്നിരിക്കേണ്ട എല്ലാവരും കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് 3 സിസ്റ്റേഴ്സ്. ത്രീ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 3 പാറക്കൂട്ടങ്ങളാണ്. അതിന് പിന്നിൽ മനോഹരമായൊരു കഥയുണ്ട്. ഈ കാണുന്നതാണ് 3 സിസ്റ്റേഴ്സ്. 3 സിസ്റ്റേഴ്സിന് 3 സഹോദരിമാര്. പണ്ട് കാലത്ത് ഓസ്ട്രേലിയയിൽ നിലനിന്നിരുന്ന ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട കത്തുമ്പ എന്ന ഗോത്രവർഗത്തിൽപ്പെട്ട 3 സഹോദരിമാരായിരുന്നു ഇവര് സ്നേഹിച്ചത് മറ്റൊരു ഗോത്രത്തിൽപ്പെട്ട നേപ്പിയൻ ഗോത്രത്തിൽപ്പെട്ട 3 സഹോദരന്മാരെയായിരുന്നു. പണ്ടുകാലത്തെ ഗോത്ര നിയമം അനുസരിച്ച് അതേ ഗോത്രത്തിലുള്ള ആൾക്കാർ തമ്മിൽ മാത്രമേ വിവാഹം നടത്തിയിരുന്നുള്ളൂ. ഇവരുടെ ഈ പ്രണയം വലിയൊരു ഗോത്രങ്ങൾ തമ്മിലുള്ള വലിയൊരു യുദ്ധത്തിന് തന്നെ കാരണമായി. ഈ വിവാഹത്തെ ഗോത്രം എതിർത്തു. അപ്പോൾ ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ ഇവരുടെ ജീവന് തന്നെ അപകടമായി. ഒരു ഭീഷണി വന്നു. അപ്പോഴൊരു മന്ത്രവാദിനി വന്നിട്ട് ഇവരുടെ ജീവൻ രക്ഷിക്കാമെന്നും യുദ്ധം അവസാനിക്കുന്നത് വരെ ഇവരെ 3 പാറക്കൂട്ടങ്ങളായി മാറ്റി. യുദ്ധത്തിന് ശേഷം ഇവരെ പൂർവ്വസ്ഥിതിയിലാക്കാമെന്നും വാക്കുകൊടുത്തു. അതനുസരിച്ച് മന്ത്രവാദിനി ഇവരെ 3 പാറക്കൂട്ടങ്ങളായി മാറ്റുകയും വർഷങ്ങൾ നീണ്ടുനിന്ന യുദ്ധമായിരുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ മന്ത്രവാദിനി യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും യുദ്ധം അവസാനിച്ചെങ്കിലും ഇവരെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. അങ്ങനെ ആ 3 സുന്ദരികളും പ്രണയത്തിന്റെ ഓർമ്മകളായിട്ട് ഇങ്ങനെ ഇന്ന് നിലകൊള്ളുന്നു. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.